നിങ്ങളൊന്ന് TV തുറന്നു നോക്കൂ, നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്തു നോക്കൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ ഇവിടെ മലയാള മനോരമ, മാതൃഭൂമി, ഞങ്ങൾ വരുത്തുന്ന പത്രം മലയാള മനോരമ, മാതൃഭൂമി, ദ ഹിന്ദു, ഈ 3 പത്രം വരുത്തുന്നുണ്ട്. ഈ 3 പത്രത്തിൻ്റെയും ആദ്യത്തെ പേജുകളൊക്കെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. ആ അഡ്വർടൈസ്മെൻറ്റ്സ് കഴിഞ്ഞ് അകത്തേക്ക് പോകും തോറും, അതായത് നമുക്ക് കിട്ടുന്ന വായിക്കാൻ കിട്ടുന്ന മെറ്റീരിയലിനേക്കാൾ വളരെ കൂടുതലാണ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് വരുന്നത്. അത്രയേറെ അഡ്വർടൈസ്മെൻറ്റ് എന്തുകൊണ്ട് വരുന്നു നമുക്കറിയണം. ഈ അഡ്വർടൈസ്മെൻറ്റിനൊക്കെ നല്ല ചിലവാണ്. സെലിബ്രിറ്റികളെ വച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ്സിന് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിരുന്നു, കോൻ ബനേഗ ക്രോർപതി എന്നുള്ള ആ ഒരു TV പ്രോഗ്രാം ചെയ്യുന്നതിന് ഒരു എപ്പിസോഡിന് 5 കോടി രൂപയാണ് ബച്ചൻ മേടിക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെ ആണ് സെലിബ്രിറ്റികൾ അഡ്വർടൈസ് ചെയ്യാൻ വന്നാലും, അങ്ങനെ എന്ത് ചെയ്യാൻ വന്നാലും. അങ്ങനെ സെലിബ്രിറ്റികളെ കൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല, പക്ഷേ ഈ സെലിബ്രിറ്റികൾ ഇങ്ങനെ അഡ്വർടൈസ് ചെയ്യുമ്പോഴുന്നതിന് മുമ്പ് അവർക്ക് ഒരു ഉത്തരവാദിത്വം, ഒരു പൗരബോധം ഉണ്ടാകണമെന്ന ഉപദേശം എനിക്കുണ്ട് അവരോട് പറയാൻ. ആ പൗരബോധം എന്താണ്? ഇത് പൗരജനങ്ങൾക്ക് കൊള്ളാവുന്നതാണോ, അവരുടെ പോക്കറ്റ് വെറുതെ കാലിയാക്കുന്നതാണോ എന്ന് ഒന്ന് അവർ ആലോചിക്കണം. അതായത് അവരവരുടെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ച് അറിഞ്ഞ ക്വാളിറ്റി മാത്രമേ അഡ്വർടൈസ് ചെയ്യാവൂ. അല്ലാതെ അഡ്വർടൈസ് ചെയ്താൽ, ഞാൻ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ എന്താ പറയുന്നതെന്നറിയാമോ? ഈ സെലിബ്രിറ്റീസിനെതിരെ ഒരിക്കലെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചങ്കുറപ്പോടു കൂടി കോടതിയിൽ പോകണം. കാരണം ഇവരൊക്കെ അഡ്വർടൈസ് ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങളും ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് അറിയുന്നത് അത് ഒരു തരത്തിലും അവർ അഡ്വർടൈസ് ചെയ്തതിൻ്റെ ക്വാളിറ്റിയുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടുന്നതല്ല അതിൻ്റെ ക്വാളിറ്റി എന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സെലിബ്രിറ്റിയെ ഒന്ന് കോടതി കയറ്റിയാൽ പിന്നെ ഈ സെലിബ്രിറ്റികൾ ഈ അറിയാത്ത ഉൽപ്പന്നത്തിന് വേണ്ടി അഡ്വർടൈസ് ചെയ്യാൻ പോകുന്ന ശീലം അങ്ങ് മാറ്റിവെക്കും. അവർ മനസ്സ് ഉപയോഗിച്ച് നല്ലത് എന്ന് ഉത്തമ ബോധ്യം വന്ന ഉൽപ്പന്നത്തിന് വേണ്ടി അവർ അഡ്വർടൈസ് ചെയ്തു കൊള്ളട്ടെ. അല്ലാതെ ഏതെങ്കിലും ഉൽപ്പന്നത്തിന് അവർക്ക് കിട്ടുന്നത് അവരുടെ പോക്കറ്റ് നിറയുന്നു, പക്ഷെ അവരുടെ പോക്കറ്റ് നിറയുന്നത് മറ്റുള്ളവരുടെ പോക്കറ്റ് കാലിയാക്കാനാകരുത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി മാത്രമേ ഈ സെലിബ്രിറ്റികൾ അഡ്വർടൈസ്മെൻറ്റിന് കൂട്ടുനിൽക്കാവുള്ളൂ എന്ന ഒരു കടുത്ത അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് വളരെ കടുത്തത് എന്ന് പറഞ്ഞാൽ വ്യാപാരി വ്യവസായികൾക്ക്, ഉൽപ്പാദകർക്ക് ഒന്നും അത് ഇഷ്ടമായിരിക്കത്തില്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ എപ്പോഴും ഓർക്കുക, പർവ്വതീകരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ട് വാങ്ങിക്കുന്ന ഉൽപ്പന്നം, ഞാനൊരു കുടുംബിനി ആണല്ലോ, എനിക്ക് നന്നായിട്ടറിയാം പല ഞാൻ ഇവിടെ തന്നെ എൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ചില ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ, അതേ സമയത്ത് ചില ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതിനൊന്നും അഡ്വർടൈസ്മെൻറ്റ് വേണ്ട സെലിബ്രിറ്റികളുടെ. അതല്ലാതെ തന്നെ കോമൺ സെൻസ് ഉള്ളവർ അറിഞ്ഞു വാങ്ങിക്കും അത്തരം ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഈ സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടെയാണ്. അതായത് ഈ ഉൽപ്പന്നത്തിന് വിചാരിക്കുന്ന ഈ വിളിച്ചു പറയുന്ന ഗുണം കാണില്ല. അപ്പോൾ ഇങ്ങനെ സെലിബ്രിറ്റികളെ കൊണ്ട് പറയിച്ചാണ് ഇതിൻ്റെ ഗുണം പർവ്വതീകരിച്ച് കാണിക്കുന്നത്. ഈയാമ്പാറ്റകളെ പോലെ, ഈയാമ്പാറ്റകൾ വെളിച്ചത്തിൽ ചെന്ന് വീഴും. ഈ സെലിബ്രിറ്റി അല്ലേ പറഞ്ഞത്, അത് ശരിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെപ്പോലുള്ളവർ വിഡ്ഢികൾ, കൺസ്യൂമേഴ്സ് ചെന്ന് വീഴും. അങ്ങനെ ചെന്ന് വീണാണ് നമ്മൾ അപകടം. അതായത് നമ്മൾ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള പണം, കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം, ചിലപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് വായ്പയായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഓണം അഡ്വാൻസ്, ഓണം അലവൻസ്, ഓണം വായ്പ, അങ്ങനെ പലതരത്തിൽ ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടും. ഇതൊക്കെ ഞാൻ സത്യസന്ധമായി പറയട്ടെ, ഇതൊക്കെ ഗവൺമെൻറ്റും വ്യാപാരി വ്യവസായികളും തമ്മിലുള്ള ഒരു കണ്ണായിവൻസ്, ഒരു കൈകൊടുക്കലാണ്. അതായത് ഇങ്ങനെ ഗവൺമെൻറ് എത്ര കോടി, 13 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ഇവർക്കെല്ലാം ഇതുപോലെ കൈ അയഞ്ഞു കൊടുക്കുമ്പോൾ 20,000 രൂപ വരെ മിനിമം അഡീഷണലായിട്ട്, അവരുടെ ശമ്പളം അല്ലാതെ തന്നെ അഡീഷണലായിട്ട് എത്തുക മിനിമം. അങ്ങനെ എത്തുമ്പോൾ അത് മുഴുവനും 13 ലക്ഷം പേര് അത് തന്നെ വിപണിയിൽ കൊണ്ടിട്ടാൽ എങ്ങനെയായിരിക്കും വിപണിക്കുണ്ടാകുന്ന വളർച്ച? ഈ സർക്കാർ ജീവനക്കാരുടെ, ഇനി സർക്കാർ ജീവനക്കാരല്ല, പ്രവാസികളാണെങ്കിലും ഓണമാകുമ്പോഴേക്കും ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങത്തക്ക രീതിയിൽ അത് അവർ മാക്സിമം അവർ കഷ്ടപ്പെട്ട് പ്രവാസത്തിൽ സംഭരിക്കുന്ന മുതൽ മുഴുവനും കൊണ്ടുവന്ന് ഇവിടെ പൊടിക്കുകയാവും ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്നും അവസരം കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ സെലിബ്രിറ്റികൾ പറയുന്നത് കേട്ട് നമ്മുടെ പോക്കറ്റ് നമ്മൾ കാലിയാക്കരുത്. അതേ സമയത്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണം. അപ്പം ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്ന തരത്തിലുള്ള കിഴിവിലാണ് സാധനം കിട്ടുന്നത് എന്ന് വെറുതെ വിശ്വസിച്ച് വശാകരുത്. അങ്ങനെ വിശ്വസിച്ച് വശായി പോയി ചിലവഴിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് വാങ്ങുന്ന ഉൽപ്പന്നം ഈ പറഞ്ഞ പ്രയോജനം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ അല്ലേ
പിന്നെ ചാനലുകളിലുള്ളത് ഏതെങ്കിലും ഒരു ചാനലിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ഇന്ന സാധനം ഇന്ന ആൾ അഡ്വർടൈസ് ചെയ്യുന്ന കണ്ടിട്ട് ഇന്ന സെലിബ്രിറ്റിയുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടാൽ ഞാൻ വാങ്ങിച്ചത്. അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിന് ഒരു പ്രയോജനമില്ല. ഇപ്പം ടെലിഫോൺ ഇല്ലാത്ത ആൾക്കാരില്ല. ടെലിഫോണിൽ വിളിച്ച് ആ ചാനലിലെ ഒരാളോടൊന്ന് പറഞ്ഞാൽ മതി, അവരുടനെ അവിടെ വന്ന് സംഗതി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിനെതിരെ ഇത് പിന്നെ പ്രചരണത്തിൽ വരും. അത് മാധ്യമങ്ങൾ വഴി പുറത്തു വരുമ്പോൾ തന്നെ ആ സെലിബ്രിറ്റിയുടെ കാറ്റും പോവും, ആ ഉൽപ്പാദകൻ്റെ കാറ്റും പോവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാം, നമുക്ക് തന്നെ ഒരു സുരക്ഷാ പാത ഒരുക്കുകയാണ്. അതായത് പറഞ്ഞ് കബളിപ്പിക്കാൻ. ശരി, മലയാളികൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു, പക്ഷേ തെറ്റായ ഉൽപ്പന്നത്തിന് അമിതമായ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് അവരെ കറക്കി വീഴ്ത്താം എന്ന ധാരണയോടുകൂടി ഇവിടെ ആമസോണും ഫ്ലിപ്കാർട്ടും ആരും വന്നു പോകരുത്. ഇവിടെ നല്ല ഉൽപ്പന്നമാണ് എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഉപഭോക്താക്കൾ വാങ്ങൂ, അല്ലെങ്കിൽ അവരതുകൊണ്ട് കോടതിയിൽ പോകും. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ കമ്പനിയുടെ ഉൽപ്പാദനത്തിൻ്റെ വിൽപ്പന അതുപോലെ അങ്ങ് താഴേക്ക് പോകും. അങ്ങനെ കോടതിയിൽ പോയില്ലെങ്കിൽ തന്നെ ഇങ്ങനെ മാധ്യമങ്ങൾ വഴിയായിട്ട് പറഞ്ഞാലും മതി. ഓണത്തെ ഞാൻ പഴി പറയുകയല്ല, ഓണം നമുക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, മലയാളികൾ ഒത്തുചേരുന്ന ഒരുമയുടെ സ്വാദിഷ്ടമായ ഭക്ഷണവും, അതുപോലെ തന്നെ വർഷത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പുതിയ വസ്ത്രങ്ങൾ എങ്ങനെയെങ്കിലും വാങ്ങണം, കടം വാങ്ങിച്ചോ അല്ലാതെയോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാനൊക്കെ അവസരം ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നമ്മുടെ പോക്കറ്റിലെ പൈസ ചെലവഴിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ നാം വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഏതൊക്കെ വാങ്ങണം, ഏതൊക്കെ വാങ്ങണ്ട, അതായത് നമുക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി, ഒരു മുൻഗണനാ ക്രമം വേണം. ഏതിനാണ് എൻ്റെ ഈ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം, ഞാൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ സമ്പാദിച്ചത്, അല്ലെങ്കിൽ എൻ്റെ അമ്മ സമ്പാദിച്ചത്, ഈ പണം ചെലവഴിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഏതിനാണ് കൂടുതൽ പ്രസക്തി കൊടുക്കേണ്ടത്, ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു മുൻഗണനാക്രമം മനസ്സിൽ കണ്ടിട്ട് അതനുസരിച്ച് മാത്രം പൈസ ചെലവഴിക്കാനായിട്ട് പഠിക്കണം. അങ്ങനെ ചെലവഴിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കടക്കണിയുടെ പേര് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ ഇടവരികയില്ല. കടം കൊണ്ടതിൻ്റെ പേരിൽ സങ്കടത്തോടെ നടക്കാനായിട്ട് ഡിപ്രഷനിലേക്ക് മനസ്സ് പോവുകയില്ല. അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തെ നേരായ മാർഗത്തിലേക്ക് തെളിക്കുന്നതിനുള്ള വഴിയായി മാറുകയും ചെയ്യും. ഞാൻ ഈ ഓണത്തെയും ഓണത്തിൻ്റെ വിൽപ്പനകളെയും വളരെ മോശമായി നിഷേധാത്മകമായി അവതരിപ്പിച്ചു എന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ തൊഴിൽ സാധ്യതകളുടെ വളർച്ച, ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 1-ാം സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കുറേ ചിട്ടവട്ടങ്ങളിലാണ് നാം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതായത് പണ്ടാണെങ്കിൽ 2 വർഷത്തിലധികം നിരവധി ഓഫീസുകൾ കയറി ഇറങ്ങണമായിരുന്നു ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ. അതൊക്കെ ഏകജാലക സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നു. ആ കൊണ്ടുവരണം എന്നുള്ളത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിനനുസരിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തീരുമാനങ്ങളെടുത്തു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തിയാലേ കേരളത്തിലേക്ക് എന്തെങ്കിലും വ്യവസായങ്ങൾ വരൂ എന്ന് വിചാരിച്ച് ഒരു വ്യവസായം തുടങ്ങുന്നതിന് ഒരുപാട് വാതിലുകളിൽ പോയി മുട്ടി വിഷമിക്കാതെ ഒറ്റ വാതിൽക്കൽ, അതായത് ഡിജിറ്റലായിട്ട് ആ ഒരു ജാലകത്തിൽ നിന്ന് തന്നെ മറ്റെല്ലാ ജാലകങ്ങളിലേക്കും ഡിജിറ്റലായിട്ട് പോയി അതിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട്, അതായത് മറ്റേ നമ്മൾ പറയാറുള്ള ചുവപ്പ് നാടയിൽ കുരുങ്ങി പോകാവുന്ന ബിസിനസ്, അങ്ങനെയാണ് ഈ 2 വർഷമോ 3 വർഷമോ ഒക്കെ പിടിക്കുമായിരുന്നു ഒരു ബിസിനസ് തീരുമാനം എടുത്ത് അത് നടപ്പാക്കാനായിട്ട്. ആ ചുവപ്പ് നാടയാണ് വെട്ടിമുറിച്ചില്ലാതെയാക്കി ഏകജാലക സമ്പ്രദായത്തിലൂടെ അങ്ങനെ അതിനോടനുബന്ധിച്ച കുറേ കാര്യങ്ങളിലാണ് മാറ്റം വന്നത്. അപ്പോൾ ആ മാറ്റമൊക്കെ വന്നപ്പോഴും നമുക്കറിയാം ഇനി അങ്ങനെ ഒരു മാറ്റം വന്ന സ്ഥിതിക്ക് കേരളത്തിലേക്ക് കൂടുതൽ ബിസിനസ്സുകൾ വരും, വ്യവസായങ്ങൾ വരും. പക്ഷേ അതിനു മുൻപ് നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ ഓണത്തെ ഇത്രയധികം പർവ്വതീകരിച്ച് ഉദാത്തവൽക്കരിച്ച് കാണിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ നമുക്കറിയാം ഓണത്തിന് വേണ്ടി ഒരുക്കുന്ന ഇപ്പോൾ ഉദാഹരണം അത്തച്ചമയം, തൃപ്പൂണിത്തറയിൽ നടത്തിയ അത്തച്ചമയത്തിൻ്റെ ഘോഷയാത്രയൊക്കെ നമ്മൾ കണ്ടു. എന്തുമാത്രം കലാകാരന്മാരാണ് അതിനകത്ത് പങ്കെടുത്തത്. ആ കലാകാരന്മാർക്കൊക്കെ എത്രയോ ദിവസങ്ങളിലെ പരിശീലനവും അതിനുവേണ്ടി അവർക്ക് കിട്ടിയ ശമ്പളം, അല്ലെങ്കിൽ അതിനായിട്ട് അവർക്ക് കിട്ടിയ വേതനം, അതൊക്കെ അവരുടെ ജീവനോപാധിയായിട്ട് മാറി. അതുപോലെ തന്നെയാണ് ആ കലാകാരന്മാർ ഉപയോഗിച്ചിരുന്ന സാമഗ്രികളുടെ ഉൽപ്പാദനം, അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് മറ്റ് കലാകാരന്മാരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ജോലി കിട്ടുന്നു, അവരോടനുബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് ജീവനോപാധി ഉണ്ടാകുന്നു. അതുപോലെ തൃശ്ശൂരിലെ പുലികളി എടുക്കുക, പുലികളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കലാകാരന്മാർക്കാണ്
അതുകൊണ്ട് തന്നെ അന്നം ലഭിക്കുന്നത്. അപ്പം അങ്ങനെ ഓണത്തിന് ഇങ്ങനെ ഈ പല തരത്തിൽ, അതുപോലെ നമ്മൾ പറയാം ടൂറിസം നേരിട്ട് 30,000-ഓളം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു. അതുപോലെ എത്രയോ ലക്ഷം പേർക്കാണ് നേരിട്ടല്ലാതെ, അതായത് ഇപ്പോൾ അവർക്ക് അവിടെ വരുന്നവർക്ക് വേണ്ടിയുള്ള മറ്റ് സഹായങ്ങളും സേവനങ്ങളും ഒക്കെ ചെയ്യുന്ന പല തട്ടിലായിട്ടാണ് ഇങ്ങനെയുള്ള ജോലികൾ ലഭ്യമാകുന്നത്. അപ്പം തൊഴിൽ സൃഷ്ടി വലിയ ബുദ്ധിമുട്ടുള്ള ഈ കേരളത്തിൽ ഓണം അങ്ങനെ ഒരുപാട് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടാൻ, അത് ദീർഘകാല തൊഴിലുകളല്ല, പക്ഷേ എങ്കിൽ പോലും വർഷത്തിൽ ഏതാനും ദിവസങ്ങൾ, ഏതാനും മാസങ്ങളാകാം. ഇപ്പോൾ ഈ ടൂറിസം സീസൺ തുടങ്ങുകയാണല്ലോ, ഇനി ഇത് നവംബർ വരെ ഈ സീസൺ അങ്ങ് നീളും. അങ്ങനെ സീസൺ നീളുമ്പോഴത്തേക്കും ഇപ്പോൾ തുടങ്ങിയ ഈ തൊഴിൽ സൃഷ്ടി തുടർച്ചയായി നവംബർ വരെ അങ്ങ് നീണ്ടുപോകും. അപ്പോൾ ആ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടെങ്കിലും ഇവിടെ ജീവനോപാധിക്കുള്ള ഒരു മാർഗം, ഒരു വാതിൽ തുറന്ന് ഇടുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ദൂർത്തടിക്കുകയാണ് ഓണം വഴി എന്ന് ഞാൻ പറയുന്നില്ല. അതേ സമയത്ത് ദൂർത്തടിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അത് ഫുള്ളായിട്ട് വിശ്വസിച്ച് അതിൽ വീഴുന്നത് അത്തരക്കാരാണ് ദൂർത്തടിക്കുന്നത് സ്വന്തം പണം. ഗവൺമെൻറ് തൊഴിൽ സൃഷ്ടിക്കാൻ വേണ്ടി അതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് തൊഴിൽ സൃഷ്ടി നടക്കാൻ വേണ്ടി, ജീവനോപാധി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത്രയധികം കളമൊരുക്കങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ പണം ഏതിനൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുൻഗണനാ ക്രമം ഉണ്ടാക്കി ആ മുൻഗണന അനുസരിച്ച്, ഞാൻ ഇന്നിത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലായിരിക്കും, അപ്പം അങ്ങനെ ഒരു മുൻഗണനയുടെ ഉത്രാടപ്പാച്ചിലാണെങ്കിലും, അതായത് ഓണം നമ്മളെ ഒത്തുചേർക്കുന്നു, നമ്മളെ കൂട്ടി ചേർക്കുന്നു. ആ സാഹചര്യത്തിലും പക്ഷേ നമ്മുടെ പോക്കറ്റിലെ പണം ചെലവഴിക്കുമ്പോൾ അത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ്. തൊഴിൽ രഹിതർ ധാരാളമുള്ള കേരളത്തിൽ അങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഒരു പൈസ പോലും വെറുതെ ആവശ്യമില്ലാതെ ചെലവഴിച്ചു പോകരുത് എന്ന ഒരു ദൃഢനിശ്ചയം നമ്മളെ ഭരിക്കണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ചെലവഴിക്കുകയാണെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിൽ അയൽവാസി വാങ്ങിച്ചത് കണ്ടോ, സുഹൃത്ത് വാങ്ങിച്ചത് കണ്ടോ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ചാഞ്ചാട്ടം ഉണ്ടാകരുത്. ആവശ്യമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത്തരം ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക. അങ്ങനെ ഈ തിരുവോണം നമ്മളെ ചെലവ് ചുരുക്കി, അതായത് കൃത്യമായിട്ട് ചെലവഴിച്ച ഓരോ പൈസയ്ക്കും അതിൻ്റെ പൂർണ്ണ ഗുണം കിട്ടി, സംതൃപ്തി നമുക്ക് തന്നു. ഓരോ രൂപ ചെലവഴിക്കുമ്പോഴും അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടിയിരുന്ന സംതൃപ്തി കിട്ടി. അനാവശ്യമായിട്ടൊന്നും ചെലവഴിച്ചില്ല, എന്നാൽ ആവശ്യമുള്ളത് എല്ലാം നാം വാങ്ങിക്കുകയും ചെയ്തു. ഓണം വളരെ നന്നായി നാം ആഘോഷിച്ചു എന്ന ഒരു ചിന്ത നമ്മെ ഭരിക്കുവാനുള്ള സാധ്യത ഒരുങ്ങി വരട്ടെ. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഓണം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.